أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أهل الكتاب لم تحاجون في إبراهيم وما أنزلت التوراة والإنجيل إلا من بعده أفلا تعقلون. ها أنتم هؤلاء حاججتم فيما لكم به علم فلم تحاجون فيما ليس لكم به علم والله يعلم وأنتم لا تعلمون. صدق الله العظيم. സൂറ ആലി ഇംറാനിലെ 65-66 ആയത്തുകൾ. യാ അഹ്ലൽ കിതാബി, ഓ വേദക്കാരെ, ലിമ തുഹാജ്ജൂന, നിങ്ങൾ എന്തിനാണ് തർക്കിക്കുന്നത്? ലിമ, എന്തിനാണ്? തുഹാജ്ജൂന, ഹാജ എന്ന് പറഞ്ഞാൽ നേരത്തെ വന്ന വാക്കാണ്, തർക്കിച്ചു. തുഹാജ്ജൂന, നിങ്ങൾ തർക്കിക്കുന്നത്. ഫി ഇബ്രാഹിമ, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കാര്യത്തിൽ. വമാ ഉൻസിലത്തി തൗറാത്തു വൽ ഇൻജീലു, തൗറാത്തും ഇൻജീലും ഇറക്കപ്പെട്ടിട്ടില്ല. ഇല്ലാ മിൻ ബഅദിഹി, അദ്ദേഹത്തിന് ശേഷമല്ലാതെ. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? ഹാ അൻതും ഹഉലായി, ഹാ അൻതും, ഹേ നിങ്ങൾ, ഹഉലായി, ഇക്കൂട്ടർ. ഹാ എന്ന് പറഞ്ഞാൽ ഒരു വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. ഹേ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ. അന്തും, നിങ്ങൾ. ഹേ നിങ്ങൾ, ഹഉലായി, നിങ്ങൾ ഈ കൂട്ടർ. ഹാജജ്തും, നിങ്ങൾ തർക്കിച്ചിരിക്കുന്നു. ഫീമാ ലക്കും ബിഹി ഇൽമുൻ, ഫീമ ഒരു കാര്യത്തിൽ, ലക്കും നിങ്ങൾക്കുണ്ട്, ബിഹി അതിൽ, ഇൽമുൻ കുറച്ച് അറിവുണ്ട്. ഫലിമ തുഹാജ്ജൂന, എന്നിരിക്കെ നിങ്ങൾ എന്തിനാണ് തർക്കിക്കുന്നത്? ഫീമാ ലൈസ ലക്കും ബിഹി ഇൽമുൻ, ഫീമാ ലൈസ നിങ്ങൾക്ക് ഇല്ലാത്ത കാര്യത്തിൽ, ലുക്കും ഫീമാ ലൈസ ഇല്ലാത്തതിൽ, ലുക്കും നിങ്ങൾക്ക്, ബിഹി അതേ സംബന്ധിച്ച്, ഇൽമുൻ ഒരു വിവരവും. വല്ലാഹു യഅലമു, അല്ലാഹു അറിയുന്നു. വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾ അറിയുന്നില്ല. വേദക്കാരുമായിട്ടുള്ള ചർച്ചയാണ്. സംവാദം മുബാഹലയിൽ പര്യവസാനിച്ചു. പിന്നീടും അവർക്ക് മനസ്സിലാകുന്ന ഒരുപാട് ചോദ്യങ്ങളും മൊത്തം വേദക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു തആല പറയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാനും മറുപടി പറയാനും ഒക്കെ വരുന്ന ആളുകൾ, അവരോട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഒക്കെ പറയുമ്പോൾ ജൂത പുരോഹിതന്മാർ ഉടനെ പറയും, ഇബ്രാഹിമോ അത് ജൂതനാണല്ലോ, ഞങ്ങളെ മതത്തിൽപ്പെട്ടതാണ് എന്ന് പറയും. ഇതേ വാദം ക്രിസ്ത്യാനികൾ ഉന്നയിക്കും, ഇബ്രാഹിമോ അത് ക്രിസ്ത്യാനിയാണല്ലോ എന്ന് പറയും. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ചില കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ മുൻകഴിഞ്ഞ മഹാന്മാരെയൊക്കെ കുറിച്ച് പറയുമ്പോൾ, ആദം അലൈഹിസ്സലാം അദ്ദേഹം ഇക്കാലത്തുണ്ടായിരുന്നെങ്കിൽ ശരിയായ ആകുമായിരുന്നു എന്നൊക്കെ പറയുന്നത് പോലെ, ഇബ്രാഹിം അലൈഹിസ്സലാം അത് ക്രിസ്ത്യാനിയായിരുന്നു അല്ലെങ്കിൽ ജൂതനായിരുന്നു എന്നൊക്കെ പറഞ്ഞു കളയും. ആ വാദത്തെ ഗണ്ണിക്കുവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇക്കാര്യം പറയുന്നത്. യാ അഹ്ലൽ കിതാബി, വേദക്കാരെ, ലിമ തുഹാജ്ജൂന ഫി ഇബ്രാഹിമ, ഇബ്രാഹിമിന്റെ കാര്യത്തിൽ എന്തിനാണ് നിങ്ങൾ തർക്കിക്കുന്നത്?
വമാ ഉൻസിലത്തി തൗറാത്തു വൽ ഇഞ്ചീലു ഇല്ലാ മിൻ ബഅദി, നിങ്ങൾ ഈ പറയുന്ന തൗറാത്തും ഇഞ്ചീലും അദ്ദേഹം കണ്ടിട്ട് തന്നെ ഇല്ലല്ലോ. അതാ ചോദ്യത്തിന്റെ മർമ്മം എന്താണെന്ന് വെച്ചാൽ, യഹൂദ മതം എന്ന് പറയുന്ന ഒരു സാധനം യഥാർത്ഥത്തിൽ ഉണ്ടായത് തന്നെ മൂസ അലൈഹിസ്സലാമിന്റെ കാലശേഷമാണ്. അതിനുശേഷമാണ് യഹൂദ എന്ന് പറയുന്ന ഗോത്രം പ്രാബല്യം നേടുന്നതും അവരുടെ മതം എന്ന നിലയിൽ യഹൂദ മതം ഉണ്ടായിത്തീരുന്നതും. അപ്പൊ തൗറാത്ത് അവതരിപ്പിക്കപ്പെട്ട് അതിന്റെ ആശയങ്ങളിൽ നിന്ന് ഭിന്നിച്ചുപോയി ഉണ്ടായതാണ്. എന്നിട്ടും ഞങ്ങൾ തൗറാത്തിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവരുമാണ് യഹൂദന്മാർ. ഇതിലെങ്ങനെയാണ് മൂസ അലൈഹിസ്സലാമിന്റെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഇബ്രാഹിം അലൈഹിസ്സലാം വന്നു ചേരുക? ഉസൈർ അള്ളാഹുവിന്റെ മകനാണ് എന്നോ, അല്ലെങ്കിൽ ഞങ്ങൾ വംശീയമായി അള്ളാഹുവിന്റെ സ്വന്തക്കാരും പ്രിയപ്പെട്ടവരുമാണ്, ഞങ്ങൾ എന്തായാലും നരകത്തിൽ പോകുകയില്ല, ഇതൊക്കെയാണ് യഹൂദിസത്തിന്റെ അടിസ്ഥാനം, അന്ന് മാത്രമല്ല ഇന്നും. അപ്പൊ അങ്ങനെയൊന്നും വിശ്വസിക്കുന്ന ഒരു തരത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം ഉണ്ടായിട്ടില്ല ഒരു കാലത്തും. അതുപോലെ തന്നെ ക്രിസ്ത്യാനിയാകണമെങ്കിൽ യേശുവിന്റെ കുരിശുമരണത്തിൽ വിശ്വസിക്കണം. യേശുവിന്റെ കുരിശുമരണത്തിൽ യേശു പോലും വിശ്വസിച്ചിട്ടില്ല. കാരണം അദ്ദേഹം ഉള്ള കാലത്ത് കുരിശുമരണം ഉണ്ടായിട്ടില്ലല്ലോ. കുരിശുമരണത്തോടുകൂടി അദ്ദേഹം സ്ഥലം വിട്ടല്ലോ. പിന്നെയാണല്ലോ ഈ കുരിശുമരണ വിശ്വാസം ഉണ്ടാകുന്നത് തന്നെ. അപ്പൊ അതില് യേശു പോലും ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇബ്രാഹിം ഉണ്ടാകുന്നത്? ഇതാണ് ചോദ്യത്തിന്റെ മർമ്മം. അങ്ങനെ അദ്ദേഹത്തിന്റെ സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞാണ് ഈസാ അലൈഹിസ്സലാം നിയോഗിക്കപ്പെടുന്നതും ഇഞ്ചീല് ഇറക്കപ്പെടുന്നതും. ആ ഇഞ്ചീലിന്റെ സന്ദേശങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോയി പിന്നീടും ഞങ്ങൾ ഇതിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് അതിന്റെ അംശങ്ങളും ഭേദഗതി വരുത്തപ്പെട്ട ഭാഗങ്ങളും ഒക്കെ കൊണ്ട് നടക്കുന്ന ആളുകളാണ് ക്രിസ്ത്യാനികൾ. ആ ക്രിസ്ത്യാനിറ്റിയിൽ എങ്ങനെയാണ് ഈസാ അലൈഹിസ്സലാമിന്റെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഇബ്രാഹിം ഉൾച്ചേരുക? ഇതാണ് ചോദ്യം. അഫലാ തഅഖിലൂൻ. ഇത് ഏത് കുട്ടിക്കും ചിന്തിച്ചാൽ അറിയുന്ന ഒരു കാര്യമാണ്. അതേ സമയത്ത് ഇബ്രാഹിം മുസ്ലിമാകാൻ ഖുർആനിന്റെ ശേഷമാകേണ്ടതുണ്ടോ? ഇല്ല. അടുത്ത ആയത്തിൽ അത് വരുന്നുണ്ട്. അവിടുന്ന് പറയാം നമുക്കത്. മുസ്ലിമാകാൻ ഒരാൾക്ക് ഖുർആന്റെ ശേഷം ജനിക്കണമെന്നില്ല. ആദം അലൈഹി സ്വലാമും മുസ്ലിമാണ്. അതാണല്ലോ ഖുർആന്റെ മെയിൻ അവതരണം. ഖുർആനിന്റെ സന്ദേശത്തിന്റെ മർമ്മം തന്നെ അതാണ്. പ്രപഞ്ചത്തിന്റെ മുഴുവൻ നിലപാടാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അത് അവിടുന്ന് കൂടുതൽ വിശദമാക്കാം. ഹാ അൻതും ഹൗലാഇ ഹാജജ്തും ഫീമാ ലക്കും ബിഹി ഇൽമുൻ. ഈ തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും കാര്യത്തിൽ തന്നെ നിങ്ങൾ തർക്കിക്കുകയാണ്. അഥവാ നിങ്ങൾ തമ്മിൽ തർക്കത്തിലാണ്. തൗറാത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ജൂതന്മാർ അംഗീകരിക്കുന്നില്ല. ഇഞ്ചീലിൽ പറഞ്ഞ കാര്യങ്ങൾ ക്രിസ്ത്യാനികൾ അംഗീകരിക്കും. തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും അടിസ്ഥാനം പരിശോധിച്ച് നോക്കിയാൽ അതിൽ അവരുടെ വിശ്വാസവുമായിട്ട് യഥാർത്ഥത്തിൽ ഒരു ബന്ധവും അതിനുണ്ടാകൂല. പിന്നീട് അതിലുണ്ടാക്കിയ കൃത്രിമങ്ങളിൽ നിന്നാണ് വികലമായ വിശ്വാസങ്ങൾ ഉണ്ടായി വരുന്നത്. മൂസ അലൈഹി സ്വലാമിന്റെ വിശ്വാസം തൗറാത്തിൽ പഠിപ്പിക്കുന്നത് അനുസരിച്ചാണെങ്കിൽ അത് യഹൂദന്മാരുടെ വിശ്വാസമല്ല. ഈസാ അലൈഹി സ്വലാം അള്ളാഹുവിനെ ആരാധിക്കാനാണ് പഠിപ്പിച്ചത്, അല്ലാതെ സ്വന്തത്തെ ആരാധിക്കാനല്ല. അത് ഇപ്പോഴത്തെ ബൈബിളിൽ പോലും വ്യക്തമാണ് സംഗതി. അങ്ങനെ കയ്യിലുള്ള സാധനത്തിൽ വെച്ച് തന്നെ തർക്കിക്കുകയാണ്. അതിനോട് തന്നെ ഭിന്നിക്കുകയും തർക്കിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ രണ്ടു കൂട്ടരും തമ്മിൽ തർക്കത്തിലാണ്. അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ളതിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പ്രവചനങ്ങളും പരാമർശങ്ങളും ഒക്കെ ഉണ്ട്. അത് കയ്യിൽ പിടിച്ചുകൊണ്ട് അതേ സംബന്ധിച്ച് തർക്കിക്കുകയാണ്. അങ്ങനെ സ്വന്തം കൈവെള്ളയിലെ നെല്ലിക്ക പോലെ കയ്യിലുള്ള സാധനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ തർക്കിക്കുകയാണ് അറിവുള്ളതിൽ. എന്നിട്ട് അതിൽ തന്നെ നിങ്ങൾക്കൊരു തീരുമാനത്തിലെത്താനോ സത്യം മനസ്സിലാക്കാനോ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടാണോ നിങ്ങൾ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ നിങ്ങൾക്ക് യാതൊരു വിവരവുമില്ലാത്ത കാര്യത്തിൽ തർക്കിക്കാൻ വരുന്നത്? ഫലിമ തുഹാജ്ജൂന ഫീമാ ലൈസ ലക്കും ബിഹി ഇൽമുൻ. ഇബ്രാഹിം അലൈഹിസ്സലാം എന്താണ് പ്രവർത്തിച്ചത്, എന്താണ് ചെയ്തത് എന്നൊന്നും ഈ പറയുന്നതിൽ അപ്പുറം മനസ്സിലാക്കാനുള്ള ഒരു വഴി നിങ്ങൾക്കില്ല. അള്ളാഹുവിന്റെ കലാമിൽ നിന്ന് തിരിച്ചറിയുക എന്നല്ലാതെ വേറെ ഒന്നുമില്ല. മൂസ അലൈഹിസ്സലാമും ഈസാ അലൈഹിസ്സലാമിന്റെയും ജീവിതം അത് അവരുടെ പാരമ്പര്യത്തിൽ അവരുടെ പൂർവ്വപിതാക്കളിൽപ്പെട്ട ആളുകളാണ്.
എന്നിട്ട് അതിൽ തർക്കിക്കുന്ന ആളുകൾ, അങ്ങനെയൊന്നും അടുത്തൊന്നും അല്ലാത്ത ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തിൽ അത് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ് തർക്കിക്കുന്നതിന് എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ളതിൽ, നിങ്ങളുടെ കൈവശം ഉള്ളതിലെ കാര്യത്തിൽ സംസാരിക്കുക എന്ന് പറഞ്ഞ് അവരുടെ ആ വാദത്തെ മാനിപ്പുലേറ്റ് ചെയ്യാണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ ഇബ്രാഹിം എന്താണെന്ന് അടുത്ത ആയത്തിൽ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അള്ളാഹുവിനാണ് അറിയുക, അഥവാ അള്ളാഹുവാണ് സത്യം അറിയുന്നവൻ. നിങ്ങളുടെ ഊഹങ്ങളല്ല, അള്ളാഹുവിന്റെ ജ്ഞാനവും അതിന്റെ അടിസ്ഥാനത്തിൽ അവൻ തരുന്ന സന്ദേശവുമാണ് യഥാർത്ഥത്തിൽ സത്യമായിട്ടുള്ളത് എന്ന് അവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. കാരണം അള്ളാഹു ഇറക്കിയത് അംഗീകരിക്കുകയില്ല, അതിന് വിരുദ്ധമായ നിലപാടുമായിട്ടാണ് നടക്കുന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ റസൂലാണ് എന്നും പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കിതാബാണ് എന്നും നന്നായിട്ട് അറിയുന്നവരാണ് യഹൂദന്മാർ. അത് നമ്മൾ നേരത്തെ പലവരും വ്യക്തമാക്കിയ സംഗതിയാണ്. അവരുടെ വംശത്തിൽ നിന്നല്ല എന്ന കാര്യത്തിൽ മാത്രമാണ് അവർക്ക് ഉടക്ക് ഉണ്ടായത്. ഇസ്രായേലിയനായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല, അംഗീകരിക്കാം എന്ന നിലപാടാണ് അവർ യഥാർത്ഥത്തിൽ സ്വീകരിച്ചിരുന്നത്. അപ്പൊ അവർക്കിത് അള്ളാഹുവിന്റെ അടുത്തുനിന്നാണെന്ന് അറിയാം, എന്നാലും അംഗീകരിക്കുകയില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായിട്ട് അംഗീകരിക്കുകയില്ല എന്ന് വെച്ചാൽ പോരെ. പിന്നെ അള്ളാഹു ഇറക്കിയത് സത്യവുമല്ല എന്നെന്തിനാണ് പറയുന്നത്? അള്ളാഹു ഇറക്കിയതാണ് സത്യം. ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ നിലപാട് എന്തായിരുന്നു? സന്ദേശം സൂറത്തുൽ ബഖറയിൽ അത് വിശദമായിട്ട് വന്നല്ലോ. എന്തായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആനിലുണ്ട്. അത് സത്യമാണ് എന്ന് അംഗീകരിച്ചൂടെ? ഞങ്ങൾക്ക് വേണ്ടാന്ന് വെച്ചാൽ പോരെ. അതിലെന്തിനാണ് നിങ്ങൾ തർക്കിക്കാൻ വരുന്നത് എന്ന് ചോദിക്കുകയും എന്നിട്ട് അതിൽ നിങ്ങൾക്ക് തർക്കിക്കാൻ അവകാശമില്ല എന്ന് ഉറപ്പിച്ചു പറയുകയുമാണ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാം ശരിയായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും സന്ദേശം ശരിയായി ഉൾക്കൊള്ളുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറാ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. صلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.